ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ല. ഞാനിന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മൾ പലർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു മസാല ദോശയാണ്. അതൊരു വെറൈറ്റി രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ രുചികരമായിട്ടും എന്നാൽ വളരെ എളുപ്പത്തിലും ഈ മസാല ദോശ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. എന്നാൽ പിന്നെ ഈ അടിപൊളി മസാല ദോശ എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല ദോശയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിൽ 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളുടെ മസാലക്ക്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തത്. അത് തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളെ മസാലക്ക് കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല നല്ല ടൈറ്റും ഉണ്ടാകരുത്, അതുപോലെ തന്നെ നല്ല ലൂസും ഉണ്ടാകരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ മസാല സെറ്റായി. അപ്പം നമ്മുടെ മസാല ദോശയിലേക്കുള്ള മസാല റെഡി ആയിട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചട്നിയാണ് കേട്ടോ റെഡിയാക്കാനുള്ളത്. നമ്മുടെ മസാല ദോശയിലേക്ക് വെക്കുന്നതിന് മുന്നേ ഈ ചട്നി ഇതിലിങ്ങനെ തേച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മസാല വെക്കൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. ചട്നി റെഡിയാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വാർന്ന് ഒരു 4-5 അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് നിറം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇതെല്ലാം വെന്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. നല്ല തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമ്മളെ ദോശ ചുട്ടെടുക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പച്ചരി ഉഴുന്നും അതുപോലെ ഉലുവയും ചേർത്ത് തലേന്ന് അരച്ച് വെച്ചതാണ് കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി തടവി കൊടുക്കാം. അപ്പോൾ നമ്മൾ ദോശ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചട്നിയും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. ചട്നി തേച്ചതിന് ശേഷം കേട്ടോ നമ്മളിതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാല ദോശക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിനെ മെല്ലെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡിയായി. അപ്പോൾ നമ്മൾ നല്ല മൊരിഞ്ഞ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ മസാല ദോശയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.